സിറ്റി ഒന്നും എടുക്കാൻ ഞാൻ ഇപ്പോൾ നന്നായിട്ട് അതിന് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റാണ്. പണ്ടൊക്കെ ഹോണ്ട സിറ്റി എടുക്കാൻ ഞാൻ നന്നായി. അന്ന് പൈസയും കൂടുതലായിരുന്നു, 2 ലക്ഷം രൂപ വിലയും കൂടുതലുണ്ടായിരുന്നു. ഹൈ മെയിൻ്റനൻസ് കോസ്റ്റാണ്. ടൊയോട്ട എടുക്കാൻ കാരണം ഗൾഫിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ഞാൻ വെളിയിലാണ് പ്രിഫർ ചെയ്യുന്നത് ടൊയോട്ടയാണ്. ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ നിസാനാണ്. ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് ജാപ്പനീസ് വണ്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള, അന്ന് ഹുണ്ടയൊന്നും വന്നു തന്നെയുള്ളൂ, വലിയ പേരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ എടുത്തായിരുന്നു ഒരു അസെൻറ്റ് ഫസ്റ്റ് കാറായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി നിസാൻസ് തന്നെ എടുത്തത്. ഈ മറ്റേ ഹുണ്ടായി അന്ന് ഒരു ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ 2007 പോകുന്നു, 10-20 വർഷം മുമ്പാണ്. അന്നൊന്നും കിയയും ഹുണ്ടായൊന്നും അത്ര വലിയ പേരില്ല അവിടെ. അന്ന് റോഡ് മൊത്തം ടൊയോട്ടയും നിസാനുമാണ്. വലിയ വണ്ടികൾ അവരുടെ മറ്റേ നിസാൻ പെട്രോളും ടൊയോട്ട ലാൻഡ് ക്രൂസറും ഒക്കെയാണ് വലിയ വണ്ടികൾ കളിയിട്ടുണ്ടാവും. അതിൽ ടൊയോട്ടയുടെ മറ്റേ കൊറോള, ക്യാമറി, പിന്നെ അതിന് താഴെ ഈ യാറിസ്, അതിങ്ങനെയുള്ള വണ്ടികളാണ്. ഈ നിസാനിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വണ്ടികൾ നിസാനുണ്ട്. സണ്ണിയുണ്ട്, മാക്സിമയുണ്ട്, പിന്നെ വേറെ ഒരു നിസാൻ്റെ വണ്ടിയുണ്ട് ഇന്ത്യയിൽ സണ്ണിക്ക് മാക്സിമയ്ക്ക് ഇടയ്ക്കായിട്ട്, പേരിയ മറന്നുണ്ട്. നല്ല വണ്ടിയാണ്. അത് ഒരു അങ്കിളിന് മറ്റേ കമ്പനിയിൽ വർക്ക് ചെയ്ത പുള്ളിക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടാറുണ്ട് വണ്ടികൾ. അതിന് മാക്സിമയ്ക്കും നിസാനും ഇടയ്ക്കുള്ള വണ്ടി പുള്ളിക്ക് കുറച്ച് ആളുണ്ടാകും. 150 പോയാൽ അറിയണില്ല അതിന്. അപ്പം അവിടുത്തെ റോഡ് കുറച്ചുകൂടെ ബെറ്ററാണ്. കൊറോളയൊക്കെ അവിടെ 150 പോകും. ഇവിടുത്തെ റോഡിൽ ഞാൻ പറഞ്ഞാൽ ടാക്സിക്കാരിലാണ്. ടാക്സി വണ്ടികൾ മറ്റേ അബുദാബിക്ക് ദുബായിക്ക് ഇടയ്ക്ക് ഓടുന്ന വണ്ടികൾ കയറാറുണ്ട്. കൊറോളയായിരിക്കും കൂടുതൽ പോകുന്നത്. 150 കിലോമീറ്ററിലൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ട് പോകും അവിടുത്തെ റോഡിൽ. യാറിസിൽ ഞാൻ അത്ര കയറിയിട്ടില്ല അവിടെ വെച്ച്. യാറിസിൻ്റെ എണ്ണം കുറവായിരുന്നു അവിടെ, കൂടുതലും കൊറോളയാണ്. കൊറോളയും ടൊയോട്ട കൊറോളയും നിസാൻ സണ്ണിയായിരുന്നു റോഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വണ്ടിയാണ്. പിന്നെ മാറ്റം വന്ന് കാണാമായിരിക്കും കേട്ടോ. ക്യാമറ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ, ടൊയോട്ട ക്യാമറ, നിസാൻ മാക്സിമ, ഹോണ്ട സിറ്റി ഒക്കെ വളരെ അപൂർവമായിട്ട് അവിടെ റോഡിൽ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ മലയാളികൾ ആരെങ്കിലും മേടിച്ചാലും ഉണ്ടല്ല അവിടെയുള്ളവർ. ഞാൻ അവിടെ ആളുകൾ പറയുന്നത് ഹോണ്ടയ്ക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമല്ല, മെയിൻ്റനൻസ് വർക്കും കൂടുതൽ വരാറുണ്ടെന്ന് പറഞ്ഞത്. അത് ഏറ്റവും കുറവ് ടൊയോട്ടയ്ക്കും നിസാനും ആണെന്ന് പറഞ്ഞത്. ഏറ്റവും കുറവ് ടൊയോട്ടയ്ക്ക്, അത് കഴിഞ്ഞ് നിസാനും എന്നാണ് വെളിയിൽ. അപ്പോൾ ആ ഒരു ക്യാമറയൊക്കെ എനിക്ക് ഓർമ്മ. ഞാൻ ഒരു ടാക്സി ഡ്രൈവർ ഇങ്ങനെ പോയപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ നേരത്ത് വണ്ടി ഓഫ് ചെയ്യില്ലെന്ന് ചോദിച്ചു. ഇല്ല, പുള്ളി കുറച്ച് രാവിലെ ഓണാക്കി കഴിഞ്ഞ് രാത്രി ഓഫ് ചെയ്യുള്ളൂ എന്ന്. ടൊയോട്ട ക്യാമറയുടെയൊക്കെ കാറ് ഇല്ല, അത് വണ്ടി അവർ കാണാവുന്ന ദൂരത്ത് ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കണേ. നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കും. അവിടെ ഒന്ന് ഫുഡ് അവിടെ കഫകളുണ്ടല്ലോ, കഫകളിൽ കയറി ഫുഡ് കഴിക്കാൻ നേരത്ത് വണ്ടി അങ്ങനെ മറ്റേ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇടാറില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുന്നു. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് വരുമ്പോൾ കയറി പോവുള്ളൂ എന്ന്. പെട്രോളിന് അത്ര കോസ്റ്റ് ഉണ്ടായിരുന്നില്ല വെളിയിൽ. അപ്പോൾ എൻജിൻ അങ്ങനെ ഓഫ് ചെയ്യുന്ന പരിപാടി ഇല്ല അവിടെ. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടാണ് അവർ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ച് വരുമല്ലോ. ചായയും കുടിച്ച് ഫുഡും കഴിച്ച് വന്നിട്ട് അപ്പോൾ രാവിലെയൊക്കെ ഓണായി കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഓണായി കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണി 11 മണിയാകുമ്പോഴാണ് എഞ്ചിൻ ഓഫ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ്. ഈ 5-8 മണിക്കൂർ ആകെ ഈ സാധനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്യും, എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ടൊയോട്ടയുടെ ഒരു പ്ലസ് പോയിൻ്റ്. ഇവിടുത്തെ അത്രയും ക്വാളിറ്റി ഉണ്ടോയെന്നറിയില്ല. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മേടിച്ച വേൾപൂളിൻ്റെ ഈ ടൈപ്പ് മോഡൽ, സെയിം മോഡലല്ല യു എസിലുള്ള, ഓൾമോസ്റ്റ് സിമിലർ മോഡൽ യു എസിൽ ഞാനിവിടെ 20,000 രൂപയ്ക്ക് മേടിച്ച മോഡൽ, ടോപ്പ് ലോഡിങ് മോഡൽ 20,000-21,000 രൂപയ്ക്ക്, 20,000 രൂപയ്ക്ക് താഴെ ആയുള്ളൂ മോഡലിന്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡും വേറെ ഏതാണ്ട് കൂടിയാണ് 20,000 മേലോട്ട് പോയത്. താഴെയുള്ള സ്റ്റാൻഡ്, പിന്നെ ഏതാണ്ട് അതിൽ ഇടാനുള്ള ക്രിസ്റ്റൽ ഏതാണ്ട് സാധനം, അത് അങ്ങനെയൊക്കെ കൂടിയാണ് പൈസ കൂടിപ്പോയത്. അപ്പോൾ ആ സാധനം യു എസിൽ കൊടുക്കുന്നത് $1,000 മേലെയാണ് ടോപ്പ് ലോഡിങ്. ഫ്രണ്ട് ലോഡിങ് ആണെങ്കിൽ $1,500 ഈ വേൾപൂളിൻ്റെ കൊടുക്കുന്നത്.
അപ്പോൾ ഈ $1000 എന്ന് പറഞ്ഞാൽ 80,000 രൂപയ്ക്ക് അവിടെ കൊടുക്കുന്ന സാധനം അവരോട് 20,000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ കാണും, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ കൊടുക്കുന്ന സെയിം പ്രോഡക്റ്റ് ആയിരിക്കില്ല ഇവിടെ കൊടുക്കുന്നത്. പേര് മാത്രമേ സെയിം കാണുള്ളൂ, വേൾപൂൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ കൊടുക്കുന്നത് ചിലപ്പോൾ ക്വാളിറ്റി കൂടിയ സാധനമായിരിക്കും. അവിടുത്തെ അവരുടെ മാനുഫാക്ചർ ചെയ്ത് തന്നെ സ്പെയർ പാർട്ടുകളായിരിക്കും, അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിന് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും ഈ പറഞ്ഞത്. അതെല്ലാ സാധനത്തിനും കാണും. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ജപ്പാനിൽ കിട്ടുന്ന മേടിക്കുന്ന സാധനം ജപ്പാനിലുള്ള സെയിം ക്വാളിറ്റി ഇന്ത്യയിലുള്ള ജാപ്പനീസ് പ്രോഡക്റ്റിന് ഉണ്ടാവില്ല. എൻ്റെ ആദ്യത്തെ ഇത് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിൻ്റെ എൻജിൻ ജാപ്പാനിൽ നിന്ന് ഡയറക്റ്റ് വന്നതെന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല 1,00,000 കിലോമീറ്റർ വരെ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് വരുന്ന സ്ഥലത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സാധനത്തിനും ആ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മറ്റേ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ആപ്പിളിൻ്റെ അതേ ക്വാളിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആപ്പിൾ കമ്പ്യൂട്ടറിനും ഫോണിനും കാണുമോ? ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. US മാനുഫാക്ചർ ചെയ്യുന്ന സെയിം ക്വാളിറ്റി ഇന്ത്യയിലും ചൈനയിലും ഉണ്ടാക്കുന്ന ആപ്പിളിനും പ്രോഡക്ട്സിന് കാണുമോ? സംശയമുണ്ട്. അതിൻ്റെ എന്തായാലും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയിൽ.